നമസ്കാരം. വാർത്താരംഭം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട പരസ്യപ്രചരണം ഇന്ന് അവസാനിക്കും. വോട്ടെടുപ്പ് മറ്റന്നാൾ. വിധി എഴുതുന്നത് 12 സംസ്ഥാനങ്ങളിലെ 94 ലോക്സഭാ മണ്ഡലങ്ങൾ. അയോധ്യയിൽ ഇന്ന് മോദിയുടെ റോഡ് ഷോ. പ്രജ്വൽ പീഡനക്കേസിൽ അറസ്റ്റിലായ HD രേവണ്ണയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. രേവണ്ണയെ പിടികൂടിയത് പീഡനത്തിനിരയായ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയതിന്. ഭാര്യ ഭവാനിയെയും ചോദ്യം ചെയ്യും. പ്രജ്വലിനായി ഇന്റർപോളിന്റെ സഹായം തേടാൻ CBIയോട് കർണാടക സർക്കാർ. പ്രജ്വൽ കീഴടങ്ങിയേക്കുമെന്നും സൂചന. വിഷയം തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമാക്കി കോൺഗ്രസ്. വ്യോമസേനാ ഉദ്യോഗസ്ഥന്റെ വീരമൃത്യുവിനെ തുടർന്ന് കശ്മീരിൽ കനത്ത ജാഗ്രത. ഗുർസായി മേധർ മേഖലകളിൽ ഭീകരർക്കായി തെരച്ചിൽ. പരിക്കേറ്റ സൈനികരിൽ ഒരാളുടെ നില ഗുരുതരം. അനന്ത്നാഗ് രജൌരി മണ്ഡലത്തിൽ വോട്ടെടുപ്പ് 25-ന്. മെഡിക്കൽ ബിരുദ പ്രവേശനത്തിനുള്ള നീറ്റ് UG ഇന്ന്. പരീക്ഷ ഉച്ചയ്ക്ക് 2 മുതൽ 5:20 വരെ. എഴുതുന്നത് 24 ലക്ഷം വിദ്യാർത്ഥികൾ. KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ MLAയ്ക്കും മേയറിനും കുരുക്ക്. കോടതി നിർദ്ദേശപ്രകാരം സച്ചിൻ ദേവിനും ആര്യ രാജേന്ദ്രനുമെതിരെ കേസ്. മെമ്മറി കാർഡ് കാണാതായതിൽ അന്വേഷണം തുടരുന്നു. നവകേരള ബസിന്റെ പ്രതിദിന സർവീസിൽ തുടക്കത്തിലെ കല്ലുകടി. ബസിന്റെ വാതിൽ കേടായി. യാത്രക്കിടെ വാതിൽ തനിയെ തുറന്നു. യാത്രക്കാരന്റെ ബാഗ് കെട്ടിവെച്ച് തുടർ യാത്ര. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് അഞ്ചുതെങ്ങിന് സമീപം രൂക്ഷമായ കടലാക്രമണം. 3 വീടുകളെ ഒഴിപ്പിച്ചു. കേരള തീരത്ത് ഓറഞ്ച് അലർട്ട്. കൊടും ചൂടിൽ വറ്റിവരണ്ട് ഡാമുകൾ. തലസ്ഥാനത്ത് കുടിവെള്ളം എത്തിക്കുന്ന പേപ്പാറ ഡാമിൽ ശേഷിക്കുന്നത് 1 മാസത്തേക്കുള്ള വെള്ളം മാത്രം. വേനൽ ചൂടിൽ മരുഭൂമിയായി നദികളും. ഈരാറ്റുപേട്ട സർവീസ് സഹകരണ ബാങ്കിലെ നിക്ഷേപകർ പ്രക്ഷോഭത്തിലേക്ക്. തിങ്കളാഴ്ച മുതൽ പന്തൽ കെട്ടി സമരം. പണം തിരിച്ചു കിട്ടും വരെ സമരം തുടരുമെന്നും നിക്ഷേപകർ. ISL കിരീട നേട്ടം ആഘോഷമാക്കി മുംബൈ സിറ്റി ആരാധകർ. കലാശപ്പൂരിൽ മോഹൻ ബഗാനെ തോൽപ്പിച്ചത് 3-1. IPLൽ പഞ്ചാബ് ചെന്നൈ പോരാട്ടം. ലക്നൗ കൊൽക്കത്തയെയും നേരിടും. വാർത്താരംഭം ആദ്യം കടക്കുന്നത് ദേശീയ വാർത്തകളിലേക്ക് തന്നെയാണ്. 7 ഘട്ടമായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പാണ് ഇനി നടക്കാൻ പോകുന്നത്. മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ്. 12 സംസ്ഥാനങ്ങളിലെ 94 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഗുജറാത്തിലെ 26 മണ്ഡലങ്ങളിൽ ചൊവ്വാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. ഇതിൽ സൂറത്ത് മണ്ഡലത്തിൽ നേരത്തെ തന്നെ എതിർ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിച്ചതിനെ തുടർന്ന് ഇവിടെ BJP സ്ഥാനാർത്ഥി ഔദ്യോഗികമായി വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അസമിലെ 4 സീറ്റുകളും ബീഹാറിലെ 5 സീറ്റുകളും ഛത്തീസ്ഗഡിലെ 7 സീറ്റുകളും ഗോവയിലെ 2 സീറ്റുകളും ആണ് വോട്ടെടുപ്പിൽ പൂർത്തിയാകുന്നത്. കർണാടകയിലെ 14 സീറ്റുകളിലേക്കും മധ്യപ്രദേശിലെ 8 സീറ്റുകളിലേക്കുമുള്ള വോട്ടെടുപ്പും നടക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ 11 സീറ്റുകളും ഉത്തർപ്രദേശിലെ 10 സീറ്റുകളും പശ്ചിമ ബംഗാളിലെ 4 സീറ്റുകളും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായാണ് വോട്ടെടുപ്പ് രേഖപ്പെടുത്തുന്നത്. ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയുവിലെ 2 സീറ്റുകളും ജമ്മു കാശ്മീരിലെ 1 സീറ്റിലും മൂന്നാം ഘട്ടമായി ജനവിധി എഴുതുകയും ചെയ്യും. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, ജ്യോതിരാദിത്യ സിന്ധ്യ, ദിഗ്വിജയ് സിംഗ്, സുപ്രിയ സുലെ, ആദിർ രഞ്ജൻ ചൗധരി അടക്കമുള്ള നേതാക്കൾ മൂന്നാം ഘട്ടത്തിൽ ആണ് ജനവിധി തേടുന്നത്.
തെരഞ്ഞെടുപ്പ് പോരാട്ടം മുറുകുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീണ്ടും അയോധ്യയിലേക്ക് എത്തുകയാണ്. അയോധ്യയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. രാമക്ഷേത്ര ദർശനത്തിന് ശേഷം റോഡ് ഷോയും ഉണ്ടാകും. പ്രാൺ പ്രതിഷ്ഠയ്ക്ക് ശേഷം മോദിയുടെ ആദ്യ അയോധ്യ സന്ദർശനമാണ് ഇന്നത്തേത്. വാരണാസിയിൽ നിന്നാണ് ഇത്തവണയും പ്രധാനമന്ത്രി ജനവിധി തേടുന്നത്. 14-ാം തീയതി ആണ് വാരണാസിയിൽ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. ഇതിനു മുന്നോടിയായി 13-ന് മണ്ഡലത്തിൽ കൂറ്റൻ റോഡ് ഷോ നടത്തുന്നുണ്ട്. ജൂൺ 1-നാണ് വാരണാസി ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. തുടർച്ചയായി 3-ാം തവണയാണ് മോദി വാരണാസിയിൽ നിന്ന് ജനവിധി തേടുന്നത്. അതേസമയം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ആണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ സജീവമാകുന്നത്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും ആന്ധ്ര തെലങ്കാന മേഖലകളിൽ ആണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടെ വലിയ ആക്ഷേപം ഉണ്ടാക്കിയ ഒന്നായിരുന്നു കർണാടകത്തിൽ നിന്നുള്ള ലൈംഗിക പീഡന കേസ് എന്നത്. ഈ പീഡന കേസിൽ ജനതാദൾ എസ് നേതാവും MLAയുമായ HD രേവണ്ണ അറസ്റ്റിലായിരുന്നു. മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയുടെ ഹസനയിലെ വീട്ടിൽ നിന്നായിരുന്നു രേവണ്ണയെ ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. 3 തവണ നോട്ടീസ് നൽകിയിട്ടും രേവണ്ണ ഹാജരായിരുന്നില്ല. വീട്ടിലെ ജോലിക്കാരിയോട് ലൈംഗികാതിക്രമം കാണിച്ചു എന്ന കേസ് നിലനിൽക്കുന്നുണ്ട്. അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയി എന്നും ലൈംഗിക ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു എന്ന മറ്റൊരു കേസും രേവണ്ണയ്ക്കുണ്ട്. രേവണ്ണയുടെ മകൻ പ്രജ്വൽ ചിത്രീകരിച്ച അശ്ലീല വീഡിയോയിൽ ഉൾപ്പെട്ട സ്ത്രീയെ രേവണ്ണയുടെ സഹായികൾ തട്ടിക്കൊണ്ടുപോയി എന്ന് പരാതിയുണ്ട്. ഈ സ്ത്രീയുടെ മകൻ ആണ് പരാതി നൽകിയത്. അതേസമയം പ്രജ്വൽ രേവണ്ണയ്ക്ക് എതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പ്രജ്വൽ രേവണ്ണ കീഴടങ്ങിയേക്കും എന്ന തരത്തിലുമുള്ള സൂചനകൾ പുറത്തുവരുന്നുണ്ട്. വോട്ടെടുപ്പ് അടുത്ത ദിവസം നടക്കാനിരിക്കെ ഈ സഖ്യത്തെ വലിയ തോതിൽ ബാധിക്കുന്ന ഒന്നായി, NDA സഖ്യത്തെ വലിയ തോതിൽ ബാധിക്കുന്ന ഒന്നായി വിഷയം മാറുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ചേർത്ത് വയ്ക്കേണ്ട മറ്റൊന്ന് കശ്മീരിലെ പൂഞ്ചിൽ കഴിഞ്ഞ ദിവസം വ്യോമസേന വാഹനത്തിന് നേരെയുണ്ടായ ഭീകര ആക്രമണമാണ്. ഈ ഭീകരാക്രമണത്തിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചിരുന്നു. 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു സൈനികൻ്റെ നില അതീവ ഗുരുതരമാണ്. നിലവിൽ കനത്ത ജാഗ്രതയിൽ ആണ് ജമ്മു കാശ്മീർ. ഈ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ തുടരുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഈ പൂഞ്ച് മേഖലകൾ ഉൾപ്പെടുന്ന പ്രദേശത്ത്, അതായത് അനന്ത്നാഗ് രജൌരി മണ്ഡലത്തിൽ 25-ാം തീയതി വോട്ടെടുപ്പ് കൂടി നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് സുരക്ഷയും മറ്റ് ക്രമീകരണങ്ങളും ഊർജിതമാക്കിയിട്ടുള്ളത്. മറ്റൊരു വാർത്ത, മെഡിക്കൽ പ്രവേശനത്തിനായുള്ള നീറ്റ് UG ഇന്ന് നടക്കുന്നു എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് 2:30 മുതൽ 5:20 വരെയാണ് പരീക്ഷാ സമയം. രാജ്യത്തെ 557 നഗരങ്ങളിലും വിദേശത്തും ഉള്ള 14 നഗരങ്ങളിൽ നിന്നായി 24 ലക്ഷം വിദ്യാർത്ഥികൾ ആണ് ഇന്ന് പരീക്ഷ എഴുതുന്നത്. 1 ലക്ഷം MBBS സീറ്റുകളിലേക്കുള്ള പ്രവേശനമാണ് വിദ്യാർത്ഥികൾ ലക്ഷ്യമിടുന്നത്. രാവിലെ 11:30 തന്നെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. വിദ്യാർത്ഥികൾ ദേഹപരിശോധനയ്ക്ക് അടക്കം 11:30 വിധേയരാകേണ്ടി വരും. ഇതിനുശേഷം ആണ് പരീക്ഷാ നടപടികൾ ആരംഭിക്കുക. അങ്ങനെ സുപ്രധാനമായ പരീക്ഷാ നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കാൻ പോവുകയാണ്. ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ KSRTC ഡ്രൈവറും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ്റെ കുടുംബവും തമ്മിലുണ്ടായ തർക്കത്തിൽ മെമ്മറി കാർഡ് സംബന്ധിച്ച പരിശോധനാ ഫലം വൈകാതെ പുറത്തുവരും. മെമ്മറി കാർഡ് തർക്കത്തിന് ശേഷം ഊരി മാറ്റിയതാണോ, നേരത്തെ തന്നെ ഉണ്ടായിരുന്നില്ലേ എന്നതിൽ ആണ് സ്ഥിരീകരണം ഉണ്ടാകേണ്ടത്. അതേസമയം അഭിഭാഷകനായ ബൈജു നോയലിൻ്റെ ഹർജിയുടെ അടിസ്ഥാനത്തിൽ സച്ചിൻ ദേവ് MLA, ഭാര്യയും മേയറുമായ ആര്യ രാജേന്ദ്രൻ എന്നിവർ അടക്കം 5 പേർക്കെതിരെ കന്റോൺമെൻറ് പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഈ സംഭവമുണ്ടായി ദിവസങ്ങൾക്ക് ശേഷമാണിപ്പോൾ കേസെടുത്തിട്ടുള്ളത്. അതും കോടതിയുടെ നിർദ്ദേശപ്രകാരം. തുടർ നടപടികൾ എന്തൊക്കെയാണ്? അഭിലാഷ്, ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഈ സംഭവം നടക്കുന്ന 27-ന് തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടയിൽ ഡ്രൈവർ യദു 1 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചു എന്ന വിവരമാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്.
ഈ വിവരം KSRTCക്ക് ഇന്ന് തന്നെ റിപ്പോർട്ടായി നൽകുമെന്നും അറിയുന്നു. അതായത് ഡ്രൈവിങ്ങിനിടയിൽ ഫോൺ ഉപയോഗിച്ചു എന്ന മറ്റൊരു കണ്ടെത്തൽ കൂടി. യദുവിൻ്റെ ഈ റോഡിലെ പെരുമാറ്റം സംബന്ധിച്ച് നിരവധി പരാതികളാണുള്ളത്. ഇതുതന്നെയാണ് മേയറുടെ കുടുംബവും KSRTC ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിന് ഇടയാക്കിയതും. യദുവിൻ്റെ അന്നത്തെ സർവീസ് ഈ ഫോൺ രേഖകൾ പരിശോധിക്കുകയായിരുന്നു. ഇതിലാണ് യദു 1 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചതായി, ഡ്രൈവിങ്ങിനിടെ സംസാരിച്ചതായി കണ്ടെത്തിയിട്ടുള്ളത്. അതായത് തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയ്ക്കിടയിൽ പരമാവധി 2 സ്ഥലത്താണ് വിശ്രമം വേണ്ടി വരിക. അവിടെ തന്നെ ഒരു സ്ഥലത്ത് പരമാവധി 10 മിനിറ്റോ 15 മിനിറ്റോ ആണെങ്കിൽ പോലും അദ്ദേഹം സംസാരിക്കുന്നത് ഒരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ എന്ന ഒരു സമയമാണ്. അത്രയും സമയം ഇല്ല. നമുക്ക് ബസ്സുകൾ സഞ്ചരിക്കുമ്പോൾ അറിയാം 10 മിനിറ്റൊക്കെയാണ് ഹാൾട്ട് വരുന്നത്. അങ്ങനെ 20 മിനിറ്റ് നിർത്തിയിട്ടാൽ പോലും 1 മണിക്കൂർ എന്ന ഒരു സമയം, അതായത് ഡ്രൈവിങ്ങിനിടയിൽ യദു ഫോണിൽ സംസാരിച്ചു എന്ന കാര്യം, ഇത് പോലീസിൻ്റെ ഒരു കേസ് എന്നതിനപ്പുറത്തേക്ക് KSRTCയുടെ ആഭ്യന്തര അന്വേഷണം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ വിവരം KSRTCക്ക് കൈമാറാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. യദുവിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ മൊഴികളിലും വലിയ വൈരുദ്ധ്യമുണ്ടായിരുന്നു. ഈ സിനിമാ താരം നൽകിയ പരാതി, അത് ആദ്യം തള്ളിക്കളഞ്ഞത് തൃശ്ശൂർ വരെ ബസ് ഓടിക്കുന്ന താൻ എങ്ങനെ കുന്നംകുളത്തേക്ക് പോകുമെന്നതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടിയാണ് ഈ വിവരം KSRTCയുടെ ഈ സർവീസ് ആയി ബന്ധപ്പെട്ട ആ ലോഗ് ബുക്കിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്. അന്ന് ഈ ചലച്ചിത്ര താരം പറയുന്ന ദിവസം ജൂൺ 19, ആ ദിവസം വഴിക്കടവ് സർവീസ് നടത്തി തിരികെ വരികയായിരുന്നു യദു. ആ ബസ് ഓടിച്ചത് യദു തന്നെയായിരുന്നു. അക്കാര്യം സ്ഥിരീകരിച്ചു. പക്ഷേ ഇന്നലെ അതേക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് യദു ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. തനിക്ക് അറിയില്ല, മറന്നുപോയി, ഡിപ്പോയിൽ പോയി പരിശോധിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. MVD ഇടപെട്ടാണ് അന്നത്തെ തർക്കം പരിഹരിച്ചത്. അതായത് തൊട്ട് മുൻ വർഷം ജൂണിൽ നടന്നൊരു സംഭവമാണ്. MVD ഇടപെട്ട് പരിഹരിച്ച പ്രശ്നം മറന്നുപോയി എന്നാണ് യദു പറയുന്നത്. ഏതായിരുന്നാലും ഇപ്പോൾ യദു മജിസ്ട്രേറ്റ് കോടതി 3-ൽ കഴിഞ്ഞ ദിവസം ഒരു ഹർജി നൽകിയിരുന്നു. അതിൽ സച്ചിൻ ദേവ്, ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവർക്കെതിരെ 5 പേർക്കെതിരെ കേസെടുക്കണമെന്നതായിരുന്നു ആവശ്യം. കന്റോൺമെന്റ് പോലീസിൽ പരാതി നൽകിയെങ്കിലും മൊഴിയെടുത്തതല്ലാതെ FIR രേഖപ്പെടുത്തിയില്ലെന്നായിരുന്നു പരാതി. അതേ തുടർന്നാണ് ഈ പ്രൈവറ്റ് കംപ്ലൈന്റ് നൽകിയത്. എന്നാൽ അതിനു മുൻപ് തന്നെ മറ്റൊരു അഭിഭാഷകൻ നൽകിയ പരാതിയിൽ കോടതി നിർദ്ദേശം നൽകുകയും കന്റോൺമെന്റ് പോലീസിനോട് കേസെടുക്കാൻ നിർദ്ദേശിക്കുകയും കഴിഞ്ഞ ദിവസം തന്നെ കന്റോൺമെന്റ് പോലീസ് കേസെടുക്കുകയും ചെയ്തു. സംഘം ചേരൽ, പൊതുഗതാഗതം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളത്. അടുത്ത ദിവസം യദുവിൻ്റെ ഹർജിയും പരിഗണിക്കുന്നുണ്ട്. അതിനു മുൻപ് തന്നെ പോലീസും വിശദമായ അന്വേഷണം, KSRTC ആഭ്യന്തര സെല്ലിൻ്റെ അന്വേഷണം, മേയറുടെ കുടുംബം വാഹനം തടഞ്ഞത് അത് അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്നവർ ചെയ്തത് ശരിയാണോ എന്ന ചോദ്യം ഒരു വശത്ത് നിൽക്കുന്നു. അത് തെറ്റാണെന്ന വാദങ്ങൾ ഉയരുന്നു. അതേസമയം തന്നെ ഒരാളെ റോഡിൽ തുടർച്ചയായി മോശം പ്രവണത കാണിക്കുന്ന ഒരാളെ അദ്ദേഹത്തിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ സ്ത്രീകളോട് ഉൾപ്പെടെ വളരെ മോശമായി പെരുമാറുകയും അത്തരത്തിൽ കേസുകൾ ഉണ്ടാകുകയും ആ കേസുകൾ ഒത്തുതീർപ്പാകുകയും ചെയ്തു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്ത ഒരാൾ തുടർച്ചയായി സ്ത്രീവിരുദ്ധ പരാമർശം നടത്തുന്നുവെന്ന ആക്ഷേപം നേരിടുന്ന ഒരു ഡ്രൈവർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം സംബന്ധിച്ചിട്ടുള്ള പലവിധ വിമർശനങ്ങൾ, സ്വഭാവ ദൂഷ്യം സംബന്ധിച്ച് ആക്ഷേപങ്ങൾ, പരാതികൾ ഇതെല്ലാം തന്നെ പല ഘട്ടങ്ങളിലായി ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോഴും അദ്ദേഹം നടത്തുന്ന പരാമർശങ്ങളിൽ സ്ത്രീവിരുദ്ധത ഉണ്ട് എന്നതാണ് മറ്റൊരു ആരോപണമായി വരുന്നത്. അദ്ദേഹം എല്ലാ പ്രതികരണങ്ങളിലും അദ്ദേഹം പറയുന്നത് സ്ത്രീകൾ പരാതി നൽകിയാൽ നിയമം അവർക്കൊപ്പം നിൽക്കും. വനിതാ മാധ്യമ പ്രവർത്തകരോടും പോലും പറയുന്നത് നിങ്ങൾ ഒരു പരാതി കൊടുത്താൽ നിങ്ങൾക്ക് അനുകൂലമായാകും കാര്യങ്ങൾ വരിക. അതായത് ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ ഉരുണ്ട് കളിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായി പറഞ്ഞുകൊണ്ട് മൊഴികൾ മാറ്റിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നു എന്നത് തന്നെയാണ്. മേയറെ കുറ്റപ്പെടുത്തുന്ന ഒരു വശത്ത് തന്നെ അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ യദുവിനെ വെള്ളപൂശാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്നതുകൂടി ഒരു വസ്തുതയായി നിൽക്കുന്നുണ്ട്. മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ മൊഴികൾ ഈ തൃശ്ശൂരിനപ്പുറത്തേക്ക് പോയിട്ടില്ല എന്നാൽ ഇന്നലെ മൊഴി മാറ്റുന്നു. അതോടൊപ്പം ബസ്സിനടുത്തേക്ക്, ഈ സംഭവത്തിന് ശേഷം ആ ബസ്സിനടുത്തേക്ക് താൻ പോയിട്ടില്ല എന്ന് പറയുന്ന ആൾ CCTV ദൃശ്യങ്ങൾ കാണിക്കുമ്പോൾ ഡോറിനടുത്ത് വരെ പോയി എന്ന് പറയുന്നു. ഈ തരത്തിൽ പരസ്പര വിരുദ്ധമായി പല കാര്യങ്ങൾ യദു പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഡ്രൈവിങ്ങിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു 1 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചു എന്ന കാര്യമാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇത് KSRTCക്ക് നൽകും. മാത്രവുമല്ല കഴിഞ്ഞ ദിവസം ഈ ചലച്ചിത്ര താരത്തെ പരാതി ഉന്നയിച്ച നടിയെ ഗതാഗത മന്ത്രി വിളിച്ചിരുന്നു. കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞിരുന്നു. അവർ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. യദുവിൻ്റെ ട്രാക്ക് റെക്കോർഡ് കൃത്യമായി KSRTC പരിശോധിക്കുന്നുണ്ട്. അതിൻ്റെ നടപടികളും ഉണ്ടാകും. അഭിലാഷ്, തീർച്ചയായും കഴിഞ്ഞ ദിവസം ഈ പരാതി പറഞ്ഞ നടി റോഷ്ന ആൻ ജോയിയോട് ഗതാഗത മന്ത്രി
KB ഗണേഷ് കുമാറാണ് സംസാരിച്ചത്. തൻ്റെ പരാതി സത്യസന്ധമെന്ന് തോന്നിയതുകൊണ്ട് ഇടപെടുന്നു എന്ന് മന്ത്രി പറഞ്ഞതായി റോഷ്ന ന്യൂസ് 18നോട് പ്രതികരിച്ചു. നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും റോഷ്ന പറഞ്ഞു. മന്ത്രി KB ഗണേഷ് കുമാർ നമ്മളെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഇതുപോലെ വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം ഈ ഒരു വിഷയത്തെ നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഇത്രയും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് ഒരു സ്ത്രീ എടുത്തു ചാടുമെന്ന് അതും ബോധപൂർവ്വം എടുത്തു ചാടുമെന്ന് വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഇതൊരു ജെന്യുവിൻ കേസായിട്ട് അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ട് ഇതിൽ ഇടപെടുകയാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ തെളിവെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അന്നേ ദിവസം ജോലിയിലുണ്ടായിരുന്ന MBD അവരെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നെന്ന് പറയുന്നു. അതുപോലെ തന്നെ കണ്ടക്ടറെ മൊഴി രേഖപ്പെടുത്തും എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് നീതി കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കോളിലൂടെ മനസ്സിലാക്കിയത് അദ്ദേഹം നമുക്ക് സപ്പോർട്ടായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വിവാദങ്ങൾക്കിടെയാണ് നവകേരള സദസ്സിൽ മന്ത്രിസഭ യാത്ര ചെയ്ത ബസ് പ്രതിദിന സർവീസ് ആരംഭിച്ചത്. പക്ഷേ ആ ബസിൻ്റെ കന്നിയാത്രയിൽ തന്നെ കല്ലുകടിയുണ്ടായിരിക്കുന്നു. ബസിൻ്റെ വാതിൽ കേടായി. യാത്ര തുടങ്ങിയ അല്പസമയത്തിനകം വാതിൽ തനിയെ തുറന്നു. ഒരു യാത്രക്കാരൻ്റെ ബാഗ് കെട്ടിവെച്ചായിരുന്നു ബസിൻ്റെ തുടർയാത്ര. പിന്നീട് ഇത് പരിഹരിച്ചതായാണ് വിവരം. MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, ഏറെ ചർച്ചയായ അല്ലെങ്കിൽ വലിയ പബ്ലിസിറ്റിയൊക്കെ ലഭിച്ച ശേഷമായിരുന്നു ഈ യാത്ര. ആ യാത്രയിൽ പോലും ഇത്തരം തകരാറുകൾ സംഭവിക്കുന്നു. എന്താണ് സംഭവിച്ചത്? അതിനെ വിശേഷിപ്പിക്കാൻ കഴിയില്ല. കാരണം അതിന്റെ എമർജൻസി എക്സിറ്റ് സ്വിച്ച് ഓൺ ആയി കിടന്നു. അതിൽ ഒരു ശ്രദ്ധ വരാഞ്ഞതാണ് കാരണമായി പറയാൻ കഴിയുന്നത്. കോഴിക്കോട് നിന്നും ഏതാണ്ട് അരമണിക്കൂർ വൈകി ആണ് യാത്ര ആരംഭിച്ചത്. ഇതിനുശേഷം കാരന്തൂർ ഭാഗത്തെത്തിയപ്പോഴാണ് ഈ വാതിൽ തുറന്നു പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ആ വാതിൽ പെട്ടെന്ന് പരിശോധന നടത്തിയെങ്കിലും അതിന്റെ ജീവനക്കാർക്ക് അതിന്റെ തകരാറ് കണ്ടെത്താൻ പെട്ടെന്ന് കഴിഞ്ഞില്ല. ഇതേ തുടർന്ന് യാത്രക്കാരിൽ ഒരാളുടെ ബാഗിന്റെ വള്ളി ഉപയോഗിച്ച് ഇത് കെട്ടിവെച്ചാണ് പിന്നീട് യാത്ര തുടർന്നത്. അതിനുശേഷം 7 മണിയോടെ സുൽത്താൻ ബത്തേരി ഡിപ്പോയിൽ വാഹനം എത്തുകയും അവിടെ നടത്തിയ സാങ്കേതിക വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ ഇതിന്റെ എമർജൻസി എക്സിറ്റ് സ്വിച്ച് ഓണായി കിടക്കുന്നതാണ് പ്രശ്നത്തിന് കാരണമെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഉടൻ തന്നെ ആ പ്രശ്നം പരിഹരിക്കുകയും ബസ് ബംഗളൂരുവിലേക്ക് യാത്ര തുടങ്ങുകയും ചെയ്തു. എന്തായാലും സൂപ്പർ ഹിറ്റായി തന്നെയാണ് ബസിന്റെ ബംഗളൂരുവിലേക്കുള്ള യാത്ര. നേരത്തെ തന്നെ ആളുകൾ വലിയ ആവേശത്തോടുകൂടി സീറ്റുകൾ ബുക്ക് ചെയ്തിരുന്നു. 26 സീറ്റുകളും ഏതാണ്ട് നിറഞ്ഞാണ് ഇപ്പോൾ വാഹനം തുടരുന്നത്. എന്തായാലും ഇത്തരത്തിൽ വെറുതെ ഒരു വാഹനം കടന്ന് പോകാതിരിക്കുന്നതിനും ഒപ്പം ഈ നവകേരള ബസ് എന്ന കൗതുകം ഇത് ആസ്വദിക്കുന്നതിനുമായാണ് ആദ്യ യാത്രയ്ക്ക് തന്നെ ഇടം പിടിച്ചതെന്ന് പലരും പ്രതികരിക്കുകയും ചെയ്തു. 1171 രൂപയാണ് സെസ് അടക്കമുള്ള ബസിന്റെ നിരക്ക്. AC ബസ്സുകൾക്കുള്ള 5% അധികം ആഡംബര നികുതിയും നൽകേണ്ടതുണ്ട്. എന്നാൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞു തന്നെയാണ് ആളുകൾ ഈ ബസ്സിൽ യാത്രയ്ക്കായി എത്തുന്നത്. ഒപ്പം മുഖ്യമന്ത്രി ഇരുന്ന സീറ്റ് ബുക്ക് ചെയ്യാൻ പല യാത്രക്കാർക്കും താല്പര്യമുണ്ട്. ഓൺലൈനായി ഇത്തരത്തിൽ ഈ മുഖ്യമന്ത്രി ഇരുന്ന 25-ാം നമ്പർ സീറ്റ് ലഭിക്കാത്ത സാഹചര്യത്തിൽ ഡിപ്പോയിൽ നേരിട്ടെത്തി ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചവരും ഉണ്ട്. എന്തായാലും നിറയെ യാത്രക്കാരുമായി തന്നെയാണ് ഈ ബസ് ഇപ്പോൾ കോഴിക്കോട് നിന്നും പുറപ്പെട്ടിരിക്കുന്നത്. 11:35 രാവിലെ അത് ബാംഗ്ലൂരിൽ എത്തിച്ചേരും. ഇതിനുശേഷം 2:30 തിരിച്ച് ബംഗളൂരുവിൽ നിന്നും തിരിച്ച് രാത്രി 10:05 കോഴിക്കോട്ടേക്ക് തിരിച്ചെത്തും വിധമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ നടത്തുന്ന ഈ സർവീസ് വിജയകരമാണോ എന്ന് അധികൃതർ പരിശോധിക്കും. അതിനുശേഷം ഇത് വിജയകരമെങ്കിൽ സ്ഥിരം സർവീസായി മാറ്റുന്നതിനും കൂടുതൽ ബസ്സുകൾ ഇത്തരത്തിൽ സൗകര്യങ്ങളോടുകൂടി ഇറക്കുന്നതിനും ആലോചനയുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ടോയ്ലറ്റ് സൗകര്യങ്ങളടക്കം ഇതിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും അനുകൂല ഘടകമായി വിലയിരുത്തുന്നത്. നമുക്കറിയാം, ദീർഘദൂര സർവീസുകളിൽ മുതിർന്ന ആളുകളടക്കം യാത്ര ചെയ്യുമ്പോൾ ഈ ബസ് സ്റ്റാൻഡുകളിൽ കയറുക അല്ലെങ്കിൽ മറ്റു ഹോട്ടലുകളിൽ മറ്റും നിർത്തുമ്പോൾ മാത്രമാണ് ഇത്തരം ഒരു പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ളൊരു സമയം ലഭിക്കുക. പക്ഷേ ഇവിടെ ഇത്തരം ഒരു അനുകൂല ഘടകം ഉള്ളതുകൊണ്ട് തന്നെ ഈ വിജയകരമാണെങ്കിൽ കൂടുതൽ ബസ്സുകളിൽ ഇത്തരം സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനും ആഡംബര യാത്രകൾ ഒരുക്കുന്നതിനുമുള്ള ഒരു തയ്യാറെടുപ്പും KSRTC നടത്തുന്നു. എന്തായാലും ആദ്യ യാത്ര സൂപ്പർ ഹിറ്റാണ്. വരും ദിവസങ്ങളിലേക്കും നല്ല തിരക്ക് തന്നെ ഈ ബസ്സിന് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശദാംശങ്ങളാണ് അനീഷ് കുമാർ കോഴിക്കോട് നിന്നും നൽകിയത്. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തിരുവനന്തപുരം അഞ്ചുതെങ്ങിന് സമീപം രൂക്ഷമായ കടലാക്രമണം. 3 വീടുകളിൽ ഉള്ളവരെ ഒഴിപ്പിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. രാത്രി 11:30 വരെ 1.5 മീറ്റർ വരെ തിരമാലകൾ ഉയരും എന്നാണ് മുന്നറിയിപ്പ്. വിവരങ്ങളുമായി VV വിനോദ് ആണ് ചേരുന്നത്. വിനോദ്, കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ മാറ്റേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ജാഗ്രത പുലർത്തേണ്ട സമയം എന്നാണ് അറിയുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ?
അഭിലാഷ്, ഓറഞ്ച് അലർട്ടാണ് കേരള തീരത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നേരത്തെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നതാണ്, പിന്നീട് മാറ്റുകയായിരുന്നു. ഇന്ന് രാത്രി 10:30 മണി വരെ ഈ അലർട്ടിൻ്റെ സമയപരിധിയുണ്ട്. വൈകിട്ട് വലിയ തോതിൽ തിര വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പല തീരങ്ങളിലും തിര ശക്തമായി അടിച്ചു കയറുമെന്ന സൂചന നൽകുന്നുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അതുപോലെ തന്നെ സമുദ്ര ഗവേഷണ പഠന കേന്ദ്രവും ആ നിലയ്ക്കുള്ള സൂചനകളാണ് നൽകുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെയോടുകൂടി തന്നെ ഈ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകുമെന്ന നിർദ്ദേശത്തെ തുടർന്ന് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. വള്ളങ്ങൾ കരയ്ക്ക് കയറ്റി വയ്ക്കണം, അതോടൊപ്പം തന്നെ പരസ്പരം കൂട്ടിയിടിച്ച് ഈ മത്സ്യബന്ധന ഉപകരണങ്ങൾ തകരരുത് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായാണ് 5 തെങ്ങിൽ ഈ തിരയടി ഉണ്ടായത്. ശക്തമായ തിരയടിയിൽ 3 വീടുകളിൽ വെള്ളം കയറി. ഇവിടെ ഉണ്ടായിരുന്ന വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്, ബന്ധുവീടുകളിലേക്കാണ് മാറ്റിയത്. ഇപ്പോഴും സ്ഥിതി മാറിയിട്ടില്ല. രാവിലെ പുലർച്ചെ ഈ തിരയടി ഉണ്ടായി, പിന്നീട് കടൽ അല്പമൊന്ന് ഇറങ്ങിയെങ്കിലും പിന്നീടും കടൽ കയറുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ തവണ ഇത്തരത്തിൽ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടായപ്പോൾ പൊഴിയൂർ പൂവാർ മേഖലകളിലാണ് കടൽ കയറിയത്. അന്ന് നിരവധി വീടുകളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോഴും ഈ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും കൃത്യമായ മുന്നറിയിപ്പും ഉച്ചഭാഷിണി വഴിയുള്ള അറിയിപ്പുകളും തീരദേശത്ത് നൽകുന്നുണ്ട്. അഭിലാഷ്, വിശദാംശങ്ങളാണ് ബി വിനോദ് നൽകിയത്. കള്ളക്കടൽ ഇങ്ങനെ തീരപ്രദേശങ്ങളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ കരയെടുത്തു പോകുമ്പോൾ കരയിലുള്ള ജലസ്രോതസ്സുകൾ വറ്റി വരളുകയാണ്. ആ വാർത്തയിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. Join India's number 1. വേനൽ കടുത്തതോടെ തലസ്ഥാനത്തിന് കുടിവെള്ളം എത്തിക്കുന്ന പേപ്പാറ ഡാമിൽ വെള്ളം ഗണ്യമായി കുറഞ്ഞു. 1 മാസത്തേക്കുള്ള കുടിവെള്ളം മാത്രമാണ് ബാക്കിയുള്ളത്. തലസ്ഥാന നഗരവാസികൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന ജലസംഭരണിയാണ് പേപ്പാറ. ആ പേപ്പാറയുടെ ഇന്നത്തെ അവസ്ഥയാണിത്. എപ്പോഴും നിറഞ്ഞ് കിടക്കുന്ന ഡാമാണ്, റിസർവോയറാണ്. അവിടെയാണ് ഈ അവസ്ഥയിലേക്ക്, അതായത് ജലനിരപ്പ് വളരെയധികം താഴ്ന്ന അവസ്ഥയിലാണ് പേപ്പാറ ഉള്ളത്. പേപ്പാറയിൽ 107.5 മീറ്റർ വരെയാണ് ശരാശരി വെള്ളം, പരമാവധി വെള്ളം ഉൾക്കൊള്ളുന്നത്. അതിനുശേഷം വെള്ളം വരുമ്പോൾ തുറന്നുവിടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പക്ഷേ ഈ ജലനിരപ്പ് 99.25 മീറ്ററിൽ എത്തി നിൽക്കുന്നു. അതായത് പേപ്പാറയിൽ കടുത്ത വേനൽക്കാലത്ത് ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് ഇപ്പോഴത്തെ ഈ വേനലിൽ, ഈ ശക്തമായ വേനലിലും ജലനിരപ്പ് വളരെയധികം താഴ്ന്നു നിൽക്കുകയാണ്. ജൂൺ 10-ാം തീയതി വരെ ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ വേനൽ മഴ ശക്തമാകുകയോ അല്ലെങ്കിൽ കാലവർഷം ആരംഭിക്കാതിരിക്കുകയോ ചെയ്താൽ ജൂൺ 10 വരെ ഇവിടെ നിന്ന് നഗരത്തിലേക്ക് കുടിവെള്ളം കൊണ്ടുപോകാൻ കഴിയുന്ന അവസ്ഥയാണ്. അതിനപ്പുറത്തേക്ക് വളരെ ദുഷ്കരമായി തീരും നഗരവാസികൾക്ക് കുടിവെള്ള ലഭ്യത. ആ രീതിയിലാണ് ശരാശരി പ്രതിദിനം 375 MLD ജലമാണ് നഗരത്തിന് ആവശ്യമുള്ളത്. അത് ഒരുപക്ഷെ ചില ദിവസങ്ങളിലൊക്കെ ഏറിയും കുറഞ്ഞു വരിക്കുമെങ്കിലും ശരാശരി 375 MLD ആണ് തലസ്ഥാനത്തിന് വേണ്ട വെള്ളം. ആ ഒരു കണക്ക് വെച്ചാണ് ഇപ്പോൾ ജൂൺ 10 മുതൽ 15 വരെ ഇപ്പോഴത്തെ ഈ ഇവിടെയുള്ള ജലനിരപ്പ് 99.25 മീറ്ററാണ് ഇന്നത്തെ അവസ്ഥ. വൈകുന്നേരമാകുമ്പോൾ ഇത് വീണ്ടും എല്ലാ ദിവസവും 10 മുതൽ 15 സെന്റിമീറ്റർ വരെ ജലനിരപ്പ് താഴാറുണ്ട് എന്നാണ് ഈ വാട്ടർ അതോറിറ്റി പറയുന്നത്. അങ്ങനെയെങ്കിൽ വീണ്ടും ജലനിരപ്പിൽ കുറവുണ്ടാകും. മഴ മാത്രമാണ് ഇനി ഒരു ആശ്രയം. അല്ലെങ്കിൽ ഈ ദിവസത്തിനപ്പുറത്തേക്ക്, ഈ ജൂൺ 10-നപ്പുറത്തേക്കൊക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് നഗരത്തിലെ കുടിവെള്ള വിതരണം കൂടി മാറുമെന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ 99.25 മീറ്ററാണ് ഇവിടെ ഈ ജലനിരപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ കാണുന്ന ഈ ഡാമിന്റെ ഏതാണ്ട് 1/4 ഭാഗത്തോളം ഉയരത്തിൽ വെള്ളം നിൽക്കും. അതാണ് ഈ മീറ്റർ കണക്കിന് അപ്പുറത്തേക്ക് മനസ്സിലാക്കാൻ എളുപ്പം. ഈ ഡാമിന്റെ 1/4 ഭാഗത്തോളം ഉയരത്തിൽ പരമാവധി വെള്ളം കെട്ടി നിൽക്കാറുണ്ട് ഇവിടെ മഴ സമയത്തും സാധാരണ വേനല്ലാത്ത സമയത്തും ഒക്കെ. ഏതായാലും 88 മീറ്റർ വരെ ഇവിടെ ജലനിരപ്പ് താഴ്ന്ന അവസരമുണ്ട്. അതാണൊരു ആശ്വാസമുള്ളത്. അതിലേക്ക് എത്താൻ ഇനിയും 11 മീറ്ററോളം ഉണ്ട്. അത്രയും വെള്ളം ഇവിടെ ഇപ്പോഴും ഉണ്ട്. ഏതായാലും ബോണക്കാട് നിന്നും ചെമ്മഞ്ചിമുട്ടയിൽ നിന്നുമൊക്കെയുള്ള ജലമാണ് ഇവിടെ ഈ പേപ്പാറ ഡാമിൽ സംഭരിച്ച് തലസ്ഥാനവാസികൾക്ക് ഇവിടെ നിന്ന് വിതരണം ചെയ്ത ശുദ്ധീകരണത്തിന് ശേഷം അരുവിക്കരയിൽ നിന്നും വിതരണം ചെയ്യുന്നത്. ഈ കുടിവെള്ളമാണ്. അവിടെയാണ് ഇപ്പോൾ കുടിവെള്ള ലഭ്യത, ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നത്. ഇപ്പോൾ 99.25. വരും ദിവസങ്ങളിലും മഴ കനിഞ്ഞില്ലെങ്കിൽ പേപ്പാറയിലെ ജലനിരപ്പ് ഇനിയും കുറയുമെന്നാണ് ആശങ്ക. അത് തലസ്ഥാനവാസികളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന അവസ്ഥയിലേക്ക് പോകുമോ എന്ന ആശങ്കയാണ് ഉയർന്നു വരുന്നത്. പേപ്പാറയിൽ നിന്നും ഹരികൃഷ്ണനൊപ്പം വി അരുൺ, ന്യൂസ് 18.
ഇനി കായിക വാർത്തകൾ പരിശോധിക്കുമ്പോൾ ISL കിരീട നേട്ടം ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് മുംബൈ സിറ്റിയിലെ ആരാധകർ. കലാശപ്പൂരിൽ മോഹൻ ബഗാനെ ആയിരുന്നു മുംബൈ സിറ്റി FC തോൽപ്പിച്ചത്. 3-1 ആയിരുന്നു മുംബൈയുടെ വിജയം. IPL ഇന്ന് 2 മത്സരങ്ങൾ ആണ് ഉള്ളത്. ഇതിൽ ആദ്യ മത്സരം ചെന്നൈയുമായി ആണ്. പഞ്ചാബ് ആണ് ചെന്നൈയുടെ എതിരാളികൾ. വൈകിട്ട് 3:30 മത്സരം ആരംഭിക്കുക. അതേസമയം മറ്റൊരു മത്സരത്തിൽ ലക്നൗ കൊൽക്കത്തയെ നേരിടും. വൈകിട്ട് 7:30 മത്സരം ആരംഭിക്കും. വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം. സർക്കാർ ഒന്നടങ്കം